വളരെ രസകരമായിട്ടുള്ളൊരു സംഭവമാണ് 11:15-ൻ്റെയും അതേപോലെ തന്നെ 11:20-ൻ്റെ ഇടയിൽ നടന്നത്. ഷാർപ്പ് ടൈം പറയുകയാണെങ്കിൽ 11:19-17 സമയത്ത് വളരെ പെട്ടെന്നൊരു ഹൈ പോയി പിന്നെ പെട്ടെന്ന് ലോറിൽ പോയി അഥവാ ഏറ്റവും ഡൗൺ ആൻഡ് അപ്പ് സൈഡ് വളരെ കൂടുതലായിട്ട് കാണിച്ച ഒരു ലെഗ് 2 മിനിറ്റിൻ്റെ ലെഗ് എടുത്ത് വെച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിലെന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ പാവപ്പെട്ട റീറ്റെയിലേഴ്സ്, പാവപ്പെട്ടവരെന്ന് പറയാൻ പറ്റില്ലെങ്കിലും റീറ്റെയിലേഴ്സിൻ്റെ ആളുകളുടെ സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ബൈ ചെയ്ത് വെച്ച ആളുകൾ കോളാകട്ടെ പുട്ടാകട്ടെ അവരൊക്കെ ഒരൊറ്റ മിനിറ്റ് എന്ന് പറയാൻ പറ്റില്ല, മൈക്രോ സെക്കൻഡുള്ളിൽ ഏറ്റവും ലോ ലെവലിലേക്ക് 300 പോയിൻ്റ് അടിയിലേക്കും 300 പോയിൻ്റ് മുകളിലേക്കും പോയി. അതിൻ്റെ ഇടയിൽ ആരൊക്കെ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ടുണ്ടോ അവരതൊക്കെ ഹിറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. ഞാൻ മാർക്കറ്റിലൊന്നും ചെയ്തിട്ടില്ല. അത്രയും വോളറ്റൈൽ കാണുമ്പം ഇതിൽ നഷ്ടം വരിക ആർക്കാന്ന് വെച്ചാൽ റീറ്റെയിലേഴ്സുള്ള നമുക്കായിരിക്കും. അതുകൊണ്ട് കണ്ടിരിക്കാൻ ഏറ്റവും നന്നായിട്ടുള്ളൊരു ദിവസമാണ് ഇന്നത്തെ. പിന്നെ ഹെവി റിസ്ക് എടുത്തിട്ട് അത് ചെയ്യുന്നതിൽ വലിയ ബുദ്ധിയില്ല. കാരണം ഒരു മാർക്കറ്റിൽ നമ്മൾ ചെയ്യുന്നത് ലോസ് ഇല്ലാതെ ഒരു ദിവസം കഴിഞ്ഞ് കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഒരു പരിധിക്ക് നമ്മൾ അത് പ്രോഫിറ്റ് ആയിട്ടുള്ള ഒരു ദിവസമെന്ന് കണക്കൂട്ടുണ്ടാകും. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഈ ഒരു ട്രാപ്പിൽ പെട്ടിട്ടില്ല. പക്ഷേ പല ട്രാപ്പുകളും മാർക്കറ്റിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. കയ്യിൽ നിന്ന് പൈസ പോകും. ആർക്കെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്തിട്ട ആളുകൾക്ക് നല്ലൊരു പൈസ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ട് പോയിട്ടുണ്ടാവും എന്നുള്ളത് യാതൊരു തർക്കവുമില്ല. മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി.